بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സൂക്ഷിച്ചു പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനുകളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അഥവാ അൽ അസ്മാഉൽ ഹുസ്ന, അത്യുത്തമമായ അള്ളാഹുവിൻ്റെ സംജ്ഞകൾ എന്ന വിഷയത്തിലാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇസ്മുല്ലാഹിൽ അഅ്ദം, അള്ളാഹുവിൻ്റെ അതിമഹനീയവും ഏറ്റവും മഹത്തരവുമായ നാമം എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു നാമം പ്രത്യേകം പ്രസ്താവ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇസ്മുല്ലാഹിൽ അഅ്ദം, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമം, ആ നാമം കൊണ്ട് ദുആ ചെയ്താൽ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം പറഞ്ഞു, ഇദാ ദുഇയ ബിഹി അജാബ വ ഇദാ സുഇല ബിഹി അഅത. ആ നാമം കൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആക്ക് ജവാബ് നൽകും, ഉത്തരം നൽകും.
ആ നാമത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് യാചിച്ചാൽ യാചിക്കുന്നത് അള്ളാഹു നൽകുകയും ചെയ്യും. അപ്പോൾ ഇസ്മുല്ലാഹിൽ ആദം, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമം, അതിന് മഹത്തുണ്ട്, അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങൾക്കും മഹത്വമുണ്ട്, എല്ലാ നാമങ്ങൾക്കും പ്രത്യേകത ഉണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും അത്യുത്തമമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. എന്നാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചില നാമങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശ്രേഷ്ഠമാണ് എന്നുള്ളത് തെളിവുകൾ അറിയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇസ്മുല്ലാഹിൽ ആദം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വകമാ അന്ന അസ്മാഅഹു വസിഫാതിഹി മുതനവ്വിഅത്തുൻ ഫഹിയ അയ്ളൻ മുതഫാദില കമാ ദല്ല അലാ ദാലികൽ കിതാബു വസ്സുന്നത്തു വൽ ഇജ്മാഉ മഅൽ അഖ്ൽ. അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും മുതനവ്വിഅത്തുൻ, അത് വ്യത്യസ്തങ്ങളാണ്, ഭിന്നങ്ങളാണ്. അള്ളാഹ്ക്ക് പല നാമങ്ങളാണ്, അതേപോലെ അള്ളാഹുവിന് പല വിശേഷണങ്ങളാണ്. ഇതുപോലെ ഫഹിയ അയ്ളൻ മുതഫാദില, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുതഫാദിലത്താണെന്ന് പറഞ്ഞാൽ ചിലതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അത് കമാ ദല്ല അലാ ദാലികൽ കിതാബ്, വിശുദ്ധ ഖുർആൻ അറിയിച്ചിട്ടുണ്ട്, സുന്നത്ത് അറിയിച്ചിട്ടുണ്ട്, വൽ ഇജ്മാ മഅൽ അഖ്ൽ, ഇജ്മാഉ അറിയിച്ചിട്ടുണ്ട്, ബുദ്ധിയുടെ തേട്ടം അതറിയിക്കുന്നതോടൊപ്പം. അപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചില പണ്ഡിതന്മാർ പറഞ്ഞതെല്ലാം ഒരേപോലെയാണ്, എല്ലാം അത്യുത്തമമാണ്, ഒരുപോലെ. പക്ഷെ തെളിവുകൾ അറിയിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ അതൊന്നൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ്. അള്ളാഹുവോട് ചോദിച്ചാൽ ഉത്തരം നൽകുന്ന, പ്രാർത്ഥിച്ചാൽ അള്ളാഹു ജവാബേകുന്ന അൽ ഇസ്മുൽ ആദം അത് ഏതാണ്? ആ വിഷയത്തിൽ ഖണ്ഡിതമായ ഒരു തെളിവ് വന്നിട്ടില്ല. ഇസ്മുല്ലാഹിൽ ആദം എന്ന് പറയുന്ന ഒരു നാമം അള്ളാഹുവിനുണ്ട്, അതിൽ തെളിവുണ്ട്. പക്ഷെ അത് ഏത്? ആ നാമത്തെ അറിയിക്കുന്ന തെളിവുകൾ വ്യത്യസ്തമാണ്. ഇസ്ലാമിക ലോകത്തെ ചില കക്ഷികൾ ഈ വിഷയത്തിലേറെ വ്യതിചലിക്കുകയും സ്ഖലിതമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഏതാണ് ഇസ്മുല്ലാഹിൽ ആദം, അതിനെ അറിയിക്കുന്ന തിരുമൊഴികൾ, ഹദീസുകൾ ഏതാണ്, അത് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ നിർണയിക്കുന്നതിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായങ്ങളെ മനസ്സിലാക്കുകയും ഇസ്ലാമിക ലോകത്തെ കക്ഷികളിൽ പിഴച്ച വിശ്വാസങ്ങളും പിഴച്ച വാദങ്ങളും ഈ നാമത്തിൻ്റെ പേരിലുള്ളത് ഇവിടെ നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുകയുമാണ്. ഇമാം ഇബ്നു മാജയും തബറാനിയും അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, പ്രസ്തുത ഹദീസ് കുറ്റമറ്റ പരമ്പരയിലാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്മുല്ലാഹിൽ അഅ്ളമുല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ് ഫീ സുവരിൻ സലാസ്. ഇസ്മുല്ലാഹിൽ അഅ്ളം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്, അള്ളാഹുവോട് തേടിയാൽ അള്ളാഹു ഉത്തരം നൽകുന്നതായ അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമം ഇസ്മുല്ലാഹിൽ അഅ്ളം. അത് ഫി സുവരിൻ സലാസ്, 3 സൂറത്തുകളിലാണുള്ളത്. 3 സൂറത്തുകളിൽ. ഏതൊക്കെയാണത്?
അൽ ബഖറത്തി വ ആലി ഇമ്രാനി വ ത്വാഹ. സൂറത്തുൽ ബഖറയിലും സൂറത്ത് ആലി ഇമ്രാനിലും സൂറത്ത് താഹയിലുമാണ് അതുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഉമാമ പറയുന്നത്. അപ്പോൾ സൂറത്തുൽ ബഖറ, ആലു ഇമ്രാൻ, സൂറത്ത് താഹ, ഈ 3 സൂറകളിൽ ഇസ്മുല്ലാഹിൽ ആദം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി അബൂ ഉമാമ അൽ ബാഹിലിയിൽ നിന്നുള്ള റാവി അൽ ഖാസിം ഇബ്നു അബ്ദുറഹ്മാനാണ്. അൽ ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹം പറയുകയാണ്, ഫൽതമസ്തുഹ ഇന്നഹുൽ ഹയ്യുൽ ഖയ്യൂം. ഞാൻ ഈ 3 സൂറകളിൽ വന്ന അള്ളാഹുവിൻ്റെ പേര് പരിശോധിച്ചു, അന്വേഷിച്ചു. അപ്പോൾ ആ പേര് അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതാണ്. അത് റാവി അൽ ഖാസിം ബിൻ അബ്ദുറഹ്മാൻ പറയാണ്. ഏതൊക്കെയാണ് ആ ആയത്തുകൾ? സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസിയുടെ തുടക്കത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം. അവിടെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് വന്നു. അത് സൂറത്തുൽ ബഖറയിൽ. ഇനി ആലി ഇമ്രാനിൽ അതിൻ്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ ആലി ഇമ്രാൻ്റെ തുടക്കം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ്. അപ്പോൾ അവിടെ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന്. മൂന്നാമത്തേത് സൂറത്ത് താഹയിലാണ്. സൂറത്ത് താഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ദുൽമ. അന്ത്യനാളിൽ മനുഷ്യകുലം അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിനെ ഉണർത്തിക്കൊണ്ട് അള്ളാഹു പറയാണ്, വാനത്തിൽ വുജൂഹ് ലിൽ ഹയ്യിൽ ഖയ്യൂം. അൽ ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവിന് മനുഷ്യർ കീഴ്പ്പെടും. വഖദ് ഖാബ മൻ ഹമല ദുൽമ. അന്യായം വഹിച്ച് അന്ത്യനാളിലേക്ക് വരുന്നവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സൂറത്തുൽ ബഖറയിൽ, ആലു ഇമ്രാനിൽ, സൂറത്ത് താഹയിൽ, ഇവയിലാണ്, ഈ 3 സൂറകളിലാണ് ഇസ്മുൽ ആദം, അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദം ഉള്ളത്. അപ്പോൾ ഈ 3 സൂറകളിലും വന്ന അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദം ഏതാണ്? ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി അൽ ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ പറഞ്ഞത് അൽ ഹയ്യുൽ ഖയ്യൂം എന്ന നാമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഖയ്യിം, അദ്ദേഹം സാദുൽ മആദ് എന്ന അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഇസ്മുല്ലാഹിൽ ആദം അത് അൽ ഹയ്യുൽ ഖയ്യൂമാണ് എന്നതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അതാണ്. ഇസ്മുൽ ആദമിനെ അറിയിക്കുന്ന മറ്റൊരു തിരുമൊഴി ഹദീസ് ഇമാം അബൂ ദാവൂദും തുർമുദിയും മറ്റും അസ്മാ ബിന്ത് യസീദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസിനെ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത് ഹസനുൻ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അസ്മാ ബിന്ത് യസീദ് റളിയല്ലാഹു തആല അൻഹ പറയുന്നത്? അവർ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം പറഞ്ഞു, ഇസ്മുല്ലാഹിൽ ആളമു ഫി ഹാതൈനിൽ ആയതൈൻ. അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ ആളം, അതിമഹത്തായ ഇസ്ം, പേര്, അത് ഈ 2 ആയത്തുകളിലാകുന്നു. ഏതാണ് ഈ 2 ആയത്തുകൾ? വ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം വ ഫാത്തിഹത്തി ആലി ഇമ്രാൻ. ആലി ഇമ്രാൻ്റെ തുടക്കത്തിലുള്ള ആയത്തിലുമാണ്. അതേതാണ്? അത് നമ്മൾ കേട്ട ആയത്താണ്. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ വിളിച്ചു ദുആയിരുന്നാൽ ദുആക്ക് ജവാബേകുന്ന, അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ അള്ളാഹു ചോദ്യത്തിന് ഉത്തരമരുളുന്ന അള്ളാഹുവിൻ്റെ നാമം ഏത്? അസ്മാ ബിന്ത് യസീദ് റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ അവർ പറയാണ്, റസൂലുള്ള പറഞ്ഞു 2 ആയത്തുകളിലാണ് അതുള്ളത്. ഒന്നിൽ വ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു അർ റഹ്മാൻ അർ റഹീം.
അപ്പോൾ അതാണ് ഒന്നാമത്തെ ആയത്തിലുള്ളത്, റഹ്മാനുർ റഹീം. അപ്പോൾ അതാണ് ഇസ്മുല്ലാഹിൽ ആദം. രണ്ടാമത്തെ ആയത്തിൽ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നീ നാമങ്ങളാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഹദീസിൽ രണ്ട് നാമങ്ങൾ അല്ല, അർ റഹ്മാൻ അർ റഹീം എന്നീ നാമങ്ങൾ ചേർത്തതും അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നീ നാമങ്ങൾ ചേർത്തതും ഇസ്മുല്ലാഹിൽ ആദമാണ് എന്ന് ഈ ഹദീസ് അറിയിക്കണം. ഈ ഹദീസും കുറ്റമറ്റതാണ്. ഇമാം തുർമുദി അതിനെ ഹസനുൻ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയും അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇസ്മുല്ലാഹിൽ ആദമിനെ അറിയിക്കുന്ന മറ്റൊരു തിരുമൊഴി ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. എന്താണ് അനസ് പറയുന്നത്? അനസ് പറയാണ് റളിയല്ലാഹു അൻഹു അന്നഹു കാന മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജാലിസൻ വറജുലുൻ യുസല്ലി സുമ്മ ദഅ. അനസ് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളോടൊപ്പം ഇരിക്കുകയാണ്. അപ്പോൾ വറജുലുൻ യുസല്ലി, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു, സുമ്മ ദഅ, എന്നിട്ട് അയാൾ ദുആ ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തി നിസ്കരിച്ചിരിക്കുകയാണ്, എന്നിട്ട് അയാൾ ദുആ ചെയ്യാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനസും കാണുകയും അതിനവർ സാക്ഷികളാവുകയാണ്. എന്താ അയാൾ ദുആ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ദുആ. എന്താ ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അനസ് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് ദഅ അല്ലാഹ ബിസ്മിഹിൽ അദീം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ വ ഇദാ സുഇല ബിഹി അഅതാ. ആ വ്യക്തി ഇപ്പോൾ ദുആ ചെയ്തത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ അദീം കൊണ്ടാണ്, മഹത്തായ നാമം കൊണ്ടാണ്. എങ്ങനെയുള്ള നാമം? അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്. ആ നാമം കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, ആ നാമം വിളിച്ച് അല്ലെങ്കിൽ ആ നാമത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ദുആക്ക് അള്ളാഹു ജവാബ് നൽകും. അള്ളാഹുവോട് ചോദിച്ചത് അള്ളാഹു കനിയുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുൽ അദീം കൊണ്ടാണ് അയാൾ ദുആ ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ അദ്ദേഹം ദുആ ചെയ്തത് എന്ത്? അതിനെക്കുറിച്ചാണല്ലോ ഇസ്മുൽ അദീം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ദുആ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് യാചിക്കുന്നു, തേടുന്നു, ബി അന്ന ലകൽ ഹംദ്, നിനക്ക് മാത്രമാകുന്നു സ്തുതികളെല്ലാം, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി യാതൊരാളുമില്ല, അൽ മന്നാൻ, അള്ളാഹു അനുഗ്രഹമരുളുന്ന അള്ളാഹുവാണ്, ബദീഉസ് സമാവാതി വൽ അർദ്, വാനങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനുമാണ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. യാ ദൽ ജലാലി വൽ ഇക്റാം, മഹത്വവും ഔദാര്യവുമുള്ള അള്ളാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവേ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ദുആ. എന്താ ഹയ്യും ഖയ്യൂം എന്ന് പറഞ്ഞാൽ? ഹൈ എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിക്കുന്നവൻ, ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്നവൻ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിക്കുന്നവനാണ്. അള്ളാഹ്ക്ക് മരണമല്ല, അള്ളാഹ്ക്ക് ഒടുക്കല്ല. അള്ളാഹു എന്നെന്നും ജീവിക്കുന്ന ഹയ്യാണ്. പിന്നെ അള്ളാഹു ഖയ്യൂമാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹു ആരെയും ആശ്രയിക്കേണ്ടതില്ല, അള്ളാഹു എല്ലാവരും ആശ്രയിക്കേണ്ടവനാണ്. അപ്പം ഇവിടെ ഈ ദുആയിൽ ഇത് ഇസ്മുല്ലാഹിൽ അദീം കൊണ്ടുള്ള ദുആയാണ് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ്
യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. അപ്പോൾ ഇസ്മുല്ലാഹിൽ ആദമിന് അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമത്തെ അറിയിക്കുന്ന മറ്റൊരു തിരുമൊഴിയാണ് ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്തത്. നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി. അനസിൽ നിന്നുള്ള ഈ റിവായത്തിനെ ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്. ഇനി അടുത്ത ഒരു ഹദീസ് ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ റജുലൻ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് കേട്ടു. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ദുആ. ഇങ്ങനെ ദുആ ചെയ്യുന്നത്, ഒരു വ്യക്തി ദുആ ഇരക്കുന്നത് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയാണ്. ബുറൈദ പറയുകയാണ് റളിയല്ലാഹു അൻഹു, ഈ ദുആ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ഏതൊരു അള്ളാഹുവിൻ്റെ കയ്യിലാണോ ആ അള്ളാഹുവെ കൊണ്ടാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണയിട്ട് അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയുകയാണ്. എന്താ പറഞ്ഞത്? ലഖദ് സഅലല്ലാഹ ബിസ്മിഹിൽ ആദം, ഈ വ്യക്തി ഇപ്പോൾ അള്ളാഹുവോട് ദുആ ചെയ്തത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദം കൊണ്ടാണ്, മഹത്തായ നാമം കൊണ്ടാണ്. അല്ലദീ, എങ്ങനെയുള്ള ഇസ്മുൽ ആദം? ഇദാ സുഇല ബിഹി അഅത വഇദാ ദുഇയ ബിഹി അജാബ്. ആ നാമം കൊണ്ട് അള്ളാഹുവോട് തേടിയാൽ അള്ളാഹു ഉത്തരമേകും, ആ നാമം കൊണ്ട് അള്ളാഹുവോട് യാചിച്ചാൽ യാചിച്ചത് അള്ളാഹു നൽകുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ നാലാമത്തെ ഹദീസ് ഇമാം അഹ്മദ് മുസ്നദിൽ റിവായത്ത് ചെയ്യുന്നതാണ്. ഈ ഹദീസും സഹീഹാണ്. അതിൽ എന്താ ഇസ്മുൽ ആദം കൊണ്ട് ആ വ്യക്തി തേടിയത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അഷ്ഹദുക അന്നക അൻതല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദുസ് സമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് തേടുന്നു, ബിഅന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ, നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ളത് ഞാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അല്ലാഹുവേ, ഞാനിതാ നിന്നോട് തേടുന്നു. നീ ആരാണ്? അൽ അഹദ് അസ് സമദ്, നീ ഏകനാണ്, നീ സമദാണ്, നിരാശ്രയനാണ്, എല്ലാവർക്കും ആശ്രിതനാണ്. അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടില്ല, അള്ളാഹു മറ്റൊരാളാൽ ജനിപ്പിക്കപ്പെട്ടവനല്ല, അള്ളാഹുവിന് തുല്യമായിട്ട് യാതൊരാളുമില്ല. അങ്ങനെയുള്ള അസമദായ അൽ അഹദായ അള്ളാഹുവേ, നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ളത് സാക്ഷ്യം വഹിച്ച് ഞാനിതാ നിന്നോട് തേടുന്നു എന്നാണ് ആ ദുആ അർത്ഥമാക്കുന്നത്. ഈ ദുആ കേട്ടപ്പോഴാണ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം പറഞ്ഞത്, ഈ വ്യക്തി ഇപ്പോൾ തേടിയത് ബിസ്മില്ലാഹിൽ ആദം, അള്ളാഹുവിൻ്റെ മഹത്തായ നാമം കൊണ്ടാകുന്നു. ആ നാമം കൊണ്ട് തേടിയാൽ അള്ളാഹു ഉത്തരം നൽകും, ചോദിച്ചാൽ ചോദിക്കുന്നത് അള്ളാഹു കനിയുകയും ഈ ഹദീസും ഇസ്മുല്ലാഹിൽ ആദമിൻ്റെ വിഷയത്തിൽ വന്നതായ ഹദീസാണ്. അപ്പോൾ 4 ഹദീസുകൾ നമ്മൾ കേട്ടു. അബൂ ഉമാമയിൽ നിന്ന്, അസ്മാ ബിന്ത് യസീദിൽ നിന്ന്, അനസിൽ നിന്ന്, അതേപോലെ തന്നെ ബുറൈദ അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഹദീസുകൾ 4 കുറ്റമറ്റ പരമ്പരയിലുള്ളതാണ്. ഈ ഹദീസുകളാണ് ഇസ്മുൽ ആദമിനെ അറിയിക്കുന്നതായ ഹദീസുകൾ, സഹീഹായി സ്ഥിരപ്പെട്ടതായ ഹദീസുകൾ. ഈ 4 ഹദീസുകളിലും അള്ളാഹുവിൻ്റെ ധാരാളം നാമങ്ങൾ നമുക്കറിയാം. അതിൽ ഇന്ന നാമമാണ് ഇസ്മുൽ ആദം എന്ന് നിജപ്പെടുത്തി കണിശപ്പെടുത്തി പറഞ്ഞത് കാണാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഇസ്മുൽ ആദം ഏതി എന്നതിൽ ഖണ്ഡിതമായ ഒരു തെളിവില്ലാത്തത് കാരണത്താൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ
ആ നാമം നിർണയിക്കുന്നതിൽ വ്യത്യസ്ത വീക്ഷണക്കാരും അഭിപ്രായക്കാരുമാണ്. ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദം അള്ളാ എന്നുള്ള ലഫ്ദുൽ ജലാലയാണ്. അള്ളാഹ് എന്നുള്ള ലഫ്ദുൽ ജലാല, ആ നാമത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ സവിശേഷതകൾ, മറ്റു നാമങ്ങളെ അപേക്ഷിച്ച് ആ നാമത്തിനുള്ളതായ മഹത്വം തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അള്ളാഹ് എന്നുള്ള നാമത്തെ നമ്മൾ വിശദീകരിക്കുന്ന ക്ലാസ്സിൽ അത് നമുക്ക് വരും ഇൻഷാ അല്ലാഹ്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞു അള്ളാഹ് എന്നുള്ളതാണ് ഇസ്മുൽ ആദം. എന്തുകൊണ്ട്? മുമ്പ് നമ്മൾ കേട്ട 4 ഹദീസുകൾ, ആ 4 ഹദീസുകളിലും അള്ളാഹ് എന്നുള്ളതായ പരാമർശമുണ്ട്, അള്ളാഹ് എന്നുള്ളതിലേക്കുള്ള സൂചന ഉണ്ട്. അത് അവരെടുത്ത തെളിവാണ്. പിന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ അറിയിക്കുന്നതായ വിഷയങ്ങളെ എടുത്ത് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞു അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരമേകുന്ന, അള്ളാഹുവോട് ആവശ്യപ്പെട്ടാൽ അള്ളാഹു തരുന്ന അള്ളാഹുവിൻ്റെ നാമം അത് അള്ളാഹു എന്നുള്ള നാമമാകുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് അർ-റഹ്മാൻ അർ-റഹീം എന്നീ നാമങ്ങളാകുന്നു. ഇസ്മുല്ലാഹിൽ ആദം അർ-റഹ്മാനുർ റഹീം ആകുന്നു. അവർ അതിനുപോൽബലകമായ തെളിവുകൾ, ഇപ്പോൾ അസ്മാ ബിൻത് യസീദിൽ നിന്നുള്ള ഹദീസിൽ അർ-റഹ്മാനുർ റഹീം എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുപോലുള്ളതായ മറ്റു ചില ന്യായങ്ങളും കാരണങ്ങളും ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ളവർ, ഞാൻ പറഞ്ഞു, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന നാമമാണ് ഇസ്മുല്ലാഹിൽ ആദം എന്നതിനെയാണ് പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. കാരണം എന്താ? ഇസ്മുല്ലാഹിൽ ആദമിനെ അറിയിക്കുന്ന മിക്ക ഹദീസുകളിലും ആരുണ്ട്? അൽ ഹയ്യ്, അൽ ഖയ്യൂം എന്നീ നാമങ്ങളുണ്ട്. അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് ചേർത്ത് പറയപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സൂറത്തുൽ ബഖറയിലും ആലി ഇമ്രാനിലും ത്വാഹയിലും ഇസ്മുല്ലാഹിൽ ആദമുണ്ട് എന്ന അബൂ ഉമാമയുടെ ഹദീസിൽ അൽ ഹയ്യുൽ ഖയ്യൂമാണത് എന്നുള്ളത് റാവി നിർണയിച്ചത് നമ്മൾ കേൾക്കേണ്ടായി. അപ്പോൾ ഇബ്നുൽ ഖയ്യിം അവ രണ്ടുമാണ് ഈ അൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ് ഇസ്മുല്ലാഹിൽ ആദം എന്നുള്ളത് പ്രബലപ്പെടുത്തി. ഒരു വിഭാഗം പണ്ഡിതന്മാർ അൽ അഹദു സമദ് അതാണ് ഇസ്മുല്ലാഹിൽ ആദം എന്നുള്ള വീക്ഷണക്കാരാണ്. അൽ അഹദ് അസ്സമദ്. ഇപ്പോൾ നമ്മൾ അവസാനം കേട്ട ഹദീസ്, ബുറൈദയിൽ നിന്നുള്ള ഹദീസിൽ അൽ അഹദ് അസ്സമദ് എന്നുള്ള നാമം വന്നിട്ടുണ്ട്, നാമങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് ഇസ്മുല്ലാഹിൽ ആദം എന്നുള്ളതാണ്. പണ്ഡിതന്മാർ ഏതാണ് ഇസ്മുല്ലാഹിൽ ആദം എന്നതിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. 40ഓളം അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇമാം അസ്സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അദ്ദുറുൽ മുനബ്ബം ഫിൽ ഇസ്മിൽ ആദം എന്ന പേരിലൊരു ഗ്രന്ഥമുണ്ട് ഇമാം സുയൂത്തി. പ്രസ്തുത ഗ്രന്ഥത്തിൽ 20 അഭിപ്രായങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇസ്മുല്ലാഹിൽ ആദം ഇന്നതാകുന്നു എന്നത് ഉണർത്തിക്കൊണ്ട്. അതിലിപ്പോൾ നമ്മൾ ഈ പറഞ്ഞതായ പേരുകളുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം എടുത്തു കൊടുത്തു അല്ലാഹുമ്മ എന്നുള്ളത് ഇസ്മുല്ലാഹിൽ ആദമാണ്. അതേപോലെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ച ദുആ അത് ഇസ്മുല്ലാഹിൽ ആദമാണ്. ഏതാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ച ദുആ? മത്സ്യത്തിൻ്റെ വയറ്റിലായിരിക്കെ ദഅവത്ത് ദിന്നൂൻ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ച ദുആ അതേതാ? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ എന്നുള്ള പേര് എന്ന ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ദുആ കൊണ്ടൊരു മനുഷ്യൻ അള്ളാഹുവിനോട് തേടിയാൽ അയാൾ ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പോൾ അതാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതേപോലെ അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറയപ്പെട്ട ഇതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദം എന്ന് പറഞ്ഞവരുണ്ട്. തുടങ്ങി പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ ആദം എന്ന് പറഞ്ഞ അള്ളാഹ്ക്ക് ഒരു പ്രത്യേക
ഇസ്മ പറയാനില്ല എല്ലാ നാമങ്ങളും എന്താണ്? ആദമാണ്, മഹനീയാണ്. ഒരു നാമത്തിന് ഒരു നാമത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത പറയാനില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇമാം ഇബ്നു ജരീർ അത്തബരി, അതേപോലെ തന്നെ ഇമാം ഇബ്നു ഹിബ്ബാൻ, അബുൽ ഹസൻ അൽ അഷ്അരി, അതേപോലെ ഖാദി അബൂബക്കർ അൽ ബാഖില്ലാനി തുടങ്ങിയവരൊക്കെ ആ അഭിപ്രായക്കാരാണ്. എല്ലാ നാമങ്ങളും അള്ളാഹുവിൻ്റേത് ആദമാണ്, ഒന്നൊന്നിനേക്കാൾ ശ്രേഷ്ഠപ്പെടുന്ന ഒരവസ്ഥ അല്ല എന്നതാണ് അവരുടെ പക്ഷം. യഥാർത്ഥ ആ വീക്ഷണം ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം അള്ളാഹ്ക്ക് ഇസ്മുൽ ആദമുണ്ട്, അതുകൊണ്ട് തേടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും, അതുകൊണ്ട് ചോദിച്ചാൽ ചോദിച്ചത് നൽകും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നാമം അള്ളാഹുവിനുണ്ട്. മാത്രമല്ല ആ നാമം ഏത് എന്നതിലേക്ക് സൂചന നൽകുന്നതായ ഹദീസുകൾ നമ്മൾ ഇവിടെ കേൾക്കുകയുണ്ടായി. പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹ്ക്ക് ധാരാളം പേരുകളാണ്. ആ പേരുകളിൽ ഇസ്മുൽ ആദം എന്നൊരു പേരുണ്ട്, പക്ഷെ അത് ഇന്നതാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച് പറഞ്ഞില്ല. ഒരു തെളിവും അത് തിട്ടപ്പെടുത്തി വന്നതുമില്ല. എന്താണ് അതിലുള്ള ഹിക്മത്ത്, യുക്തി? അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളും നമ്മൾ പഠിക്കാനാണ്. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും മുൻനിർത്തി പഠിച്ച് മനസ്സിലാക്കി മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മൾ ദുആ ഇരക്കാനാണ്. ലൈലത്തുൽ ഖദർ ശ്രേഷ്ഠമായ രാവാണ്, അത് ഇന്ന രാവ് എന്ന് നമ്മളോട് തിട്ടപ്പെടുത്തി പറഞ്ഞില്ല. എന്തിനാണത്? റമദാൻ്റെ എല്ലാ രാവുകളും നമ്മൾ ഇബാദത്തിൽ മുഴുകാനും അങ്ങനെ ലൈലത്തുൽ ഖദറിൽ പറയപ്പെട്ടതായ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ നേടിയെടുക്കാനുമാണ്. ലൈലത്തുൽ ഖദർ നമുക്ക് പോകാതിരിക്കാനാണ്, കൈമോശം വന്ന് പോകാതിരിക്കാനാണ്. ഇതേപോലെ വെള്ളിയാഴ്ച ദിവസം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ദിവസം അള്ളാഹു ദുആക്ക് ജവാബ് നൽകുന്ന ഒരു സമയമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ഒരു സായത്തിൻ്റെ ഒരു സമയം, ആ സമയം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ദുആക്ക് ജവാബ് നൽകും. ഏതാണ് ആ സമയം? ചില പണ്ഡിതന്മാർ ചില തെളിവുകളെ മുഖവിലേക്ക് എടുത്ത് പറഞ്ഞ് അത് ജുമുഅൻ്റെ സമയമാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല, അസ്തമയത്തിന് മുമ്പുള്ള സമയം. വേറെ അഭിപ്രായങ്ങൾ കാണാം. ആ സമയം ഏത്? ഖണ്ഡിതമായൊരു തെളിവ് ഇന്നതാണ് ആ സമയം എന്നറിയിച്ചുകൊണ്ട് വന്നിട്ടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു വെള്ളിയാഴ്ച സുദിനം, അതിൻ്റെ പകൽ പ്രാർത്ഥനാമയമായ മനസ്സോടുകൂടി ദുആ നിർഭരമായ അതരങ്ങളോടുകൂടി ഒരു വിശ്വാസി കഴിച്ചുകൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അതിനെ പാത്തുവെച്ചത്. അപ്പോൾ വിശ്വാസി തൻ്റെ സമയം പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടുമ്പോൾ ആ സമയം ഒരിക്കലും അവന് പോയി പോകില്ല, നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. ഇതേപോലെ ഇസ്മുൽ ആദമിനെ ഇന്നതെന്ന് ഖണ്ഡിതമായി ഒരു പ്രമാണവചനത്തിൽ അവതരിപ്പിക്കാതെ വെച്ചതിൽ അതിൽ തികഞ്ഞ യുക്തിയുണ്ട് എന്നാണ് പല പണ്ഡിതന്മാരും ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ കാരുണ്യത്തിൻ്റെ തിരുദൂതർ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നാമത്തിൻ്റെ മഹത്വം നമ്മളോട് പറഞ്ഞാണ്. നമ്മൾ ആ നാമം കൊണ്ട് അള്ളാഹുവിനോട് തേടിയാൽ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ്. നമ്മൾ തേടുന്നത് അള്ളാഹു തരും. നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അരുളുകയും ചെയ്യും. അപ്പം നമ്മൾ കഴിവിൻ പരമാവധി അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് ദുആ ഇരക്കാൻ ശ്രമിക്കുക. വിശിഷ്യ ഈ പരാമർശിക്കപ്പെട്ടതായ പേരുകൾ, ഏതാ പരാമർശിക്കപ്പെട്ട പേരുകൾ? 1 അള്ളാഹു, 2 അൽ ഹയ്യുൽ ഖയ്യൂം, 3 അർ റഹ്മാനുർ റഹീം, 4-മത്തേത് അൽ അഹദുസ് സമദ്. പിന്നെ അള്ളാഹുവിൻ്റെ ഇതര നാമങ്ങൾ, എല്ലാ നാമങ്ങളും അള്ളാഹുവിൻ്റേത് അത്യുത്തമമാകുന്നു, അൽ ഹുസ്നയാകുന്നു. ഇസ്മുൽ ആദമിൻ്റെ പേരിൽ ചിലർ വ്യതിചലിച്ചു, വഴിതെറ്റി. 2 കക്ഷികളാണ് അതിൽ മുഖ്യന്മാർ. ഒന്ന് സൂഫികൾ, മറ്റൊന്ന് ഷിയാക്കൾ. സൂഫികൾ ഇസ്മുൽ ആദം അള്ളാഹുവിൻ്റെ ഒളിപ്പിക്കപ്പെട്ട രഹസ്യമാണ്. അള്ളാഹു ആ രഹസ്യം സൂഫി ഷെയ്ഖുമാർക്ക് മാത്രമാണ് പകർന്നു നൽകിയിട്ടുള്ളത്. സൂഫി ഷെയ്ഖുമാർ, അവർ മുതിർന്നവർ പിൽക്കാലക്കാരിലേക്ക് ഷെയ്ഖുമാർ കൈമാറുക എന്നുള്ളതല്ലാതെ പാമരന്മാർ അതറിയുകയില്ല
അള്ളാഹുവിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാർ ഞങ്ങൾ ഷെയ്ഖുമാരാണ് എന്ന് സൂഫി ഷെയ്ഖുമാർ ജൽപ്പിച്ചുകൊണ്ട് അവർ ഈ ഇസ്മുല്ലാഹിൽ ആലമിൻ്റെ വിഷയത്തിൽ പറ്റ വ്യതിചലിക്കണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ആശയം വന്നിട്ടില്ല. ഇത് ചില ഷെയ്ഖുമാർക്ക് മാത്രം അറിയുന്ന അള്ളാഹുവിൻ്റെ രഹസ്യമാണ് എന്നുള്ളത് വന്നിട്ടില്ല. എല്ലാവർക്കും പ്രാപ്യമാകുന്ന മനസ്സിലാകുന്ന രീതിയിലാണ് ഇസ്മുൽ ആലമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചത്. അത് ഇന്നത് എന്നുള്ളത് തിട്ടമില്ലെങ്കിലും പക്ഷേ അതിൻ്റെ പുണ്യം, അതിനാലുള്ള മേന്മ എല്ലാവരും നേടുന്ന രീതിയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ സൂഫികൾ പറയുന്നത് ഞങ്ങളുടെ മശായിഖ്മാരുടെ അടുക്കൽ മാത്രമുള്ള രഹസ്യമാണ് ഇസ്മുല്ലാഹിൽ ആദം എന്നാണ്. ആ വിഷയത്തിൽ ഒരു കള്ള റിപ്പോർട്ട് സൂഫികൾ അവതരിപ്പിക്കാറുണ്ട്. അതേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അനസിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായ റിവായത്താണ്. ഈ റിവായത്ത് സഹീഹല്ല, ഇത് വ്യാജമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൂഫികളുടെ വിശ്വാസ വ്യതിയാനവും അവരുടെ അപകടകരമായ ജൽപ്പനങ്ങളും മനസ്സിലാക്കാനാണ് ഞാനിത് നിങ്ങളെ കേൾപ്പിക്കുന്നത്. എന്താ സൂഫികൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, ഞാൻ അള്ളാഹുവിനോട് അൽ ഇസ്മുൽ ആലം ചോദിച്ചു, അള്ളാഹിൻ്റെ ഇസ്മുൽ ആലം ചോദിച്ചു, മഹത്തായ നാമം ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു, മഖ്സൂനൻ മഖ്തൂമൻ, ഇസ്മുൽ ആലമിനെ വളരെ സൂക്ഷിച്ചുകൊണ്ട് അത് മുദ്ര വെക്കപ്പെട്ടുകൊണ്ട് ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഭദ്രമായി ജിബ്രീൽ ആ ഇസ്മുൽ ആലം കൊണ്ടുവന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക്കൽ മഖ്സൂനുൽ മുതഹ്ഹറുൽ മുഖദ്ദസുൽ മുബാറകുൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിബ്രീൽ വന്നത് എന്നാണ്. അപ്പോൾ പിന്നെ ഈ ഹദീസ് സഹിഹല്ല തീർത്തും. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആയിഷമ്മ ചോദിച്ചു, റസൂലല്ലാഹ് അല്ലിമിനീഹി, ഇസ്മുൽ ആലം നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഈ റിവായത്തുള്ളത് നുഹീന അൻ തഅലീമിഹി അൻ നിസാഅ വസ്സുബിയാന വസ്സുഫഹ, ഇസ്മുൽ ആലം സ്ത്രീകൾക്കും കുട്ടികൾക്കും ബോഷ്കന്മാർക്കും വിവരദോഷികൾക്കും പഠിപ്പിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നബിമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളതല്ല, ആർക്ക്? കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, വിവരദോഷികൾക്ക്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ഇത് വ്യാജമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജ വാർത്തയാണ്. സൂഫികൾ ഇതുകൊണ്ടാണ് തെളിവെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി, അതേപോലെ തന്നെ സൂഫി ഷെയ്ഖുമാർക്കും ഇത് അറിയാം. പാമര ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്ത അള്ളാഹുവിൻ്റെ സിറുൻ മക്തൂം, ഒളിപ്പിക്കപ്പെട്ട രഹസ്യമാകുന്നു ഇസ്മുൽ ആലം എന്നാണ് സൂഫി ഷെയ്ഖുമാർ പറയുന്നത്. സൂഫികൾക്കൊരു കഥ ഉണ്ട്. അതെന്താ? ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം ഒരു അറിയപ്പെട്ട സൂഫിയാണ്. എന്നാൽ അദ്ദേഹത്തിന് ദാർശനിക ലോകത്ത് ചില ദാർശനിക ചിന്തകളും വചനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പലരും തെളിവ് അതുകൊണ്ട് ചിലർ വിഷയങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഏതായാലും ഇബ്രാഹിമുൽ അദ്ഹമിനെ കുറിച്ച് സൂഫികളുടെ കഥ എന്താണ്? ഇബ്രാഹിമുൽ അദ്ഹം വലിയ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് കുറേ സ്വത്തുണ്ടായിരുന്നു, സേവകന്മാരുണ്ടായിരുന്നു, കുറേ വാഹനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇബ്രാഹിമുൽ അദ്ഹം ഈ പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരും അതേപോലെ പ്രമാണിമാരൊക്കെ നായാടാൻ പോകും. അങ്ങനെ ഇബ്രാഹിമുൽ അദ്ഹം തൻ്റെ കുതിരപ്പുറത്ത് നായാടാൻ പോയി. അങ്ങനെ നായാടാൻ പോകുമ്പോൾ കുതിരപ്പുറത്ത് ഇങ്ങനെ അദ്ദേഹം ഓടിക്കതച്ച് പോവുകയാണ് കാട്ടിലൂടെ. ഈ സമയം ഇബ്രാഹിം അദ്ഹം ഒരു ശബ്ദം കേട്ടു എന്നാണ്. എന്താ ശബ്ദം? മാ ഹാദൽ അബസ് യാ ഇബ്രാഹിം, ഇബ്രാഹിം ഇതെന്തൊരു കളിയാണ്. അലിഹാദ ഖുലിഖ്ത് അം ബിഹാദ ഉമിർത്ത്, ഇബ്രാഹിം ഇതിനാണോ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്? ഇങ്ങനെ നായാടി കളിച്ച് രസിക്കാനാണോ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത്? അഫ ഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങൾ വിചാരിക്കുന്നുവോ ഞാൻ നിങ്ങളെ വെറുതെ പടച്ചിട്ടതാണെന്ന്? അതായത്താണ്. ഈ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ ഒരു അശരീരി ശബ്ദം വന്നു എന്നാണ്. ആരുടെ നേരെ? ഇബ്രാഹിം ഇബ്നു അദ്ഹമിൻ്റെ നേരെ. ഇത്തഖില്ലാഹ് അലൈക ബിസ്സാദ് ലിയൗമിൽ ഫാഖ. ആ ശബ്ദം ഇബ്രാഹിം ഇബ്നു അദ്ഹമിനോട് പറഞ്ഞു, ഇത്തഖില്ലാഹ്, അല്ലാഹനെ സൂക്ഷിച്ചോ, അലൈക ബിസ്സാദ് ലിയൗമിൽ ഫാഖ,
അന്ത്യനാൾ അവിടെ സമ്പത്തുണ്ടാവില്ല, അവിടെ സന്തതികൾ ഉണ്ടാവില്ല, അവിടെ ഇല്ലായ്മയും വല്ലായ്മയാണ്. അപ്പോൾ ആ നാളിലേക്ക് നീ പാഥേയം ശേഖരിച്ചോ എന്ന് ഇബ്രാഹിം അദ്ഹമിനോട് ഈ ശബ്ദം പറഞ്ഞു എന്നാണ്. എന്താ ചരിത്രം? ഇവരുടെ ചരിത്രം, ഫനസൽ അൻ ദാബത്തിഹി വറഫദ ദുന്യ. ഇബ്രാഹിം അദ്ഹം തൻ്റെ കുതിരപ്പുറത്ത് നിന്നിറങ്ങി, ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇടയനെ കണ്ടു. ആ ഇടയനെ കണ്ടപ്പോൾ ഇബ്രാഹിം അദ്ഹം എന്ത് ചെയ്ത്, ആ ഇടയൻ്റെ ഉടയാടകൾ വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് തൻ്റെ കുതിരയെ ഇടയന് കൊടുത്ത്. ഇബ്രാഹിം അദ്ഹമിൻ്റെ കൂടെയുള്ള സമ്പത്തുണ്ടല്ലോ അതും ആ ഇടയന് കൊടുത്ത്. എന്നിട്ട് ഇടയൻ്റെ വസ്ത്രം ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം ധരിച്ചിട്ട് അദ്ദേഹം ഗ്രാമത്തിൽ പ്രവേശിച്ചു എന്നാണ്. പട്ടണവാസമൊക്കെ ഒഴിവാക്കിയിട്ട് ഗ്രാമത്തിൽ പ്രവേശിച്ചു. അങ്ങനെ സൂഫി കഥ എന്താണെന്നറിയോ? ഫറഅ ഫീഹ റജുലൻ, ആ ഗ്രാമത്തിൽ ഇബ്രാഹിം അദ്ഹം ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തി ഇബ്രാഹിം ഇബ്നുൽ അദ്ഹമിന് ഇസ്മുൽ ആലം പഠിപ്പിച്ചു എന്നാണ്. അങ്ങനെ ഇബ്രാഹിം അദ്ഹം ഇസ്മുൽ ആലം കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്തു. അങ്ങനെ അദ്ദേഹം ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമെ, ഖിദിർ നബിയെ കാണുകയുണ്ടായി. കഥയാണ്, കഥയിൽ ചോദ്യമല്ല. ഏതായാലും ഇതൊക്കെ സൂഫികൾ ഇസ്മുൽ ആലമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നതായ കഥകളാണ്. ഷെയ്ഖുമാർക്ക് അതറിയൂ. ഷെയ്ഖുമാർ, ഒരു ഷെയ്ഖ് മറ്റൊരു ഷെയ്ഖിനെന്ന പോലെ ഇത് പകരുന്ന അള്ളാഹുവിൻ്റെ രഹസ്യമാണ് ഇസ്മുൽ ആലം എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഇമാം ഇബ്നു കസീർ സൂഫികൾ പ്രചരിപ്പിക്കുന്ന ഒരു കഥ കൊടുക്കുന്നുണ്ട് ഇസ്മുൽ ആലമിൻ്റെ പേരിൽ. ഇത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് സൂഫി ആദർശത്തിൻ്റെ ഈ തസവൂഫി ചിന്തകൾ തലയിലേറ്റിയിട്ട് ചില ആളുകൾ വഴികെട്ട ആത്മീയതയിൽ ചലിക്കുന്നത് കാണാൻ സാധിക്കും. തസവൂഫ് സൂഫിസം പലരെയും പല നിലക്ക് ഭരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ പല കക്ഷികളും വഞ്ചിതരായിട്ടുണ്ട്. ചിലർ സൂഫി ചിന്തകളാൽ പരാജിതരായിട്ടുണ്ട്. അപ്പോൾ ഈ സൂഫി ചിന്തകൾ പല വിഷയത്തിലും വളരെ മൗഢ്യമാണ്. അത് ഇസ്മുൽ ആലമിൻ്റെ പേരിൽ എന്ത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ കഥകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അതെന്താ? ഹാറൂത്ത് മാറൂത്തിനെ കുറിച്ച് നമുക്കറിയാം. ഹാറൂത്ത് മാറൂത്ത് എന്താ? ഹാറൂത്ത് മാറൂത്ത് ആരാ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച രണ്ട് മലക്കുകളാണ് ഹാറൂത്ത് മാറൂത്ത്. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വ മാറൂത്ത്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ഈ രണ്ട് മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹാറൂത്ത് വ മാറൂത്ത്. ഹാറൂത്ത് മാറൂത്ത് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അവതരിപ്പിച്ചപ്പോൾ, ഹാറൂത്ത് മാറൂത്ത് സത്യമാണ്, അവരെ അള്ളാഹു ഭൂമിയിലേക്ക് മലക്കുകളായിട്ട് നിയോഗിച്ചു എന്നുള്ളത് സത്യമാണ്, ജനങ്ങൾ അവർ പഠിപ്പിച്ചു എന്നുള്ളതും സത്യമാണ്. പക്ഷേ സൂഫി കഥ സത്യവുമായി ഏറ്റുമുട്ടുന്ന വശമാണ് ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കുന്നത്. അത് സത്യമല്ല. അള്ളാഹു ഹാറൂത്തിനും മാറൂത്തിനും ഇസ്മുൽ ആലം പഠിപ്പിച്ചു. ഇസ്മുൽ ആലം നൽകിക്കൊണ്ടാണ് അള്ളാഹു ഹാറൂത്തിനെയും മാറൂത്തിനെയും എന്ത് ചെയ്തത്? ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്. ഒരു സ്ത്രീ ഹാറൂത്തിനെയും മാറൂത്തിനെയും സന്ദർശിച്ചു. അങ്ങനെ ഈ സ്ത്രീ ഹാറൂത്തിനെയും മാറൂത്തിനെയും വശീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഹാറൂത്തും മാറൂത്തും ഈ സ്ത്രീയിൽ വശീകൃതരായപ്പോൾ ഈ സ്ത്രീ ഹാറൂത്തിൻ്റെയും മാറൂത്തിൻ്റെയും ഇംഗിതം, ഇഷ്ടം പൂരിപ്പിക്കാൻ നിൽക്കാതെ അവർ വിസമ്മതിച്ച്, ആ പെണ്ണ് വിസമ്മതിച്ച്, ആ പെണ്ണ് പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടം ഞാൻ സാധിച്ചു തരണമെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ച ഇസ്മുൽ ആലം എന്നെ പഠിപ്പിക്കണം. അങ്ങനെ ഹാറൂത്തും മാറൂത്തും അവരുടെ കയ്യിലുള്ള രഹസ്യം ഇസ്മുൽ ആലം ഈ സ്ത്രീയെ പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ആ സ്ത്രീ ഇസ്മുൽ ആലം പറഞ്ഞപ്പോൾ ആ സ്ത്രീ ആകാശലോകത്തേക്ക് ഒരു നക്ഷത്രമായി ഉയർന്നു പൊങ്ങി. പ്രസ്തുത നക്ഷത്രമാണ്
ജൗസ എന്ന പേരിൽ ആകാശത്തിലുള്ള നക്ഷത്രം. ജൗസ എന്ന് പറഞ്ഞാൽ ഏതാ? ജൗസ എന്ന് പറഞ്ഞാൽ മിഥുന നക്ഷത്രം. മിഥുന നക്ഷത്രം എന്ന പേരിലുള്ള നക്ഷത്രം ഈ പൊങ്ങിയ സ്ത്രീയാണ് എന്നുള്ളതാണ് കഥ. ഇതൊക്കെ ഇസ്രായേലി ഇതിഹാസമാണ്, തികഞ്ഞ കെട്ടുകഥകളാണ്. ഇതിന് സത്യവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ ഇസ്മുൽ ആളമിൻ്റെ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട മറ്റൊരു കഥയാണ് ഒരു കുട്ടി തൻ്റെ ഉമ്മയോട് സംസാരിച്ച സംഭവമുണ്ട്. ആ സംഭവത്തിന് സഹീഹായ ഒരു വശമുണ്ട്. അത് സുഹൈബിൻ റൂമിയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. എന്താ? അസ്ഹാബുൽ ഉഖ്ദൂദിൻ്റെ കിടങ്ങ് കീറിയിട്ട് വിശ്വാസികളെ ചുട്ടുകൊന്ന അസ്ഹാബുൽ ഉഖ്ദൂദിൻ്റെ കഥയുടെ തുടക്കം എന്താ? ആ യമനിൽ നജ്റാനിൽ ദൂനവാസ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയ കിടങ്ങ് കീറിയിട്ട് അതിൽ വിശ്വാസികളെ കൊണ്ടുപോയി ചുട്ടുകരിച്ച സംഭവം നമുക്കറിയാം. അതാണ് സൂറത്ത് ബുറൂജിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്. ഈ കഥയുടെ തുടക്കം ഒരു ചരിത്ര സംഭവമാണ്. അതിൽ ഒരു കുട്ടി, ഒരു നാട്ടിൽ ഭരണാധികാരി, അയാൾക്കൊരു അറിയപ്പെട്ട ജ്യോത്സ്യൻ ഉണ്ടായിരുന്നു. ആ ജ്യോത്സ്യൻ വൃദ്ധനായി മരിക്കാറായപ്പോൾ രാജാവിനോട് പറയാണ്, നാട്ടിൽ നല്ലൊരു കുട്ടിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വിദ്യ കുട്ടിയെ പഠിപ്പിക്കാം. അങ്ങനെ രാജാവ് ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തിട്ട് ആ കുട്ടി എന്ത് ചെയ്യണ്? കൊട്ടാരത്തിലേക്ക് എന്നും ഇത് പഠിക്കാൻ പോണത്, ജ്യോത്സ്യം പഠിക്കാൻ പോണത്. പക്ഷേ കുട്ടി വഴിയിൽ വെച്ച് ഒരു പണ്ഡിതനെ പരിചയപ്പെട്ടു. അങ്ങനെ ആ സംഭവം നമുക്കറിയാം. ഏതായാലും ഈ കുട്ടി ഈ പണ്ഡിതനിൽ നിന്ന് പഠിച്ചത് ഇസ്മുൽ ആളമാണ് എന്നാണ് സൂഫികളുടെ എക്സ്ട്രാ ഫിറ്റിംഗ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഹദീസിൽ വന്നിട്ടില്ല. ഇമാം മുസ്ലിം സുഹൈബിൻ റൂമിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അങ്ങനെയല്ല. പക്ഷേ ആ സംഭവത്തിന് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടി പഠിച്ചു. അങ്ങനെ ഈ കുട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു കബൂലാക്കുന്ന, സ്വീകരിക്കുന്ന അവസ്ഥ വന്നു. അത് അദ്ദേഹത്തിനുള്ള കറാമത്താണ്. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ കരങ്ങളാൽ അള്ളാഹു രോഗികളെ ശിഫയാക്കുവാനും അന്ധത ബാധിച്ചവർക്ക് വരെ കാഴ്ച തിരിച്ചു നൽകാനും തുടങ്ങി. അതേപോലെ ഈ കുട്ടിയെ വധിക്കുവാൻ ആ നാട്ടിലെ ഭരണാധികാരി ധാർഷ്ട്യത കാണിച്ചപ്പോൾ കുട്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ മലമുകളിൽ വെച്ച് ആ കുട്ടിയെ എടുത്തെറിയാൻ ഉദ്ദേശിക്കുമ്പോൾ ആ കുട്ടി രക്ഷപ്പെടാണ്. എടുത്തെറിയാൻ ഉദ്ദേശിക്കുന്നവർ നശിക്കുകയാണ്. അതേപോലെ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുപോയി കുട്ടിയെ കടലിലെറിയാൻ തീരുമാനിക്കുമ്പോൾ കുട്ടി രക്ഷപ്പെടാണ്. എറിയാൻ കൊണ്ടുപോകുന്നവരാണ് നശിക്കുന്നത്. ഇതൊക്കെ സഹിഹായി വന്ന റിപ്പോർട്ടുകളാണ്. പക്ഷേ ഈ കുട്ടി എന്ത് പറഞ്ഞാണ് ദുആ ചെയ്തത്? അവിടെയാണ് ഫിറ്റിംഗ് ഏറെ വന്നത്. അത് ഇസ്മുല്ലാഹിൽ ആളം കൊണ്ടുള്ള ദുആയാണ് എന്നുള്ളത്. അബ്ദുള്ള ഇബ്നു സാമിർ എന്നാണ് ആ കുട്ടിയുടെ പേരെന്നൊക്കെ പറഞ്ഞിട്ട് ചില കഥകൾ. പക്ഷേ ഈ കഥകൾ ആ വിഷയത്തിൽ ഇസ്മുല്ലാഹിൽ ആളമിനെ ചേർത്തുകൊണ്ടുള്ളതായ ഇത്തരം വാർത്തകൾ അത് സഹിഹായി സ്ഥിരപ്പെട്ടിട്ട് ഉള്ളതല്ല എന്ന് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറേ കഥകൾ ഇസ്മുല്ലാഹിൽ ആളമിൻ്റെ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബൽആം ഇബ്നു ബാഊറ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. ബൽആം ഇബ്നു ബാഊറ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കെതിരിൽ ഈ ബൽആം ഇബ്നു ബാഊറ എന്ന വ്യക്തി ദുആ ചെയ്തു. അത് ഇസ്മുല്ലാഹിൽ ആളം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടൊരു കഥ. അതേപോലെ തന്നെ ബൽആം ഇബ്നു ബാഊറ യൂശഅ പ്രവാചകനെതിരിൽ ദുആ ചെയ്തു, അക്രമികളെ സഹായിച്ചുകൊണ്ട് എന്നൊരു കഥ. ഇങ്ങനെ പല കഥകൾ ഈ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്മുല്ലാഹിൽ ആളമിൻ്റെ വിഷയത്തിൽ പലതും അത് വ്യാജ വാർത്തകളാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ വിശ്വസിക്കേണ്ട സഹീഹായ സംഭവങ്ങൾ ഏതാണ്? അതാണ് ഈ ക്ലാസിൻ്റെ തുടക്കത്തിൽ 4 ഹദീസുകൾ സഹീഹായി വന്നത് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് അബൂ ഉമാമയിൽ നിന്ന്, മറ്റൊന്ന് അനസിൽ നിന്ന്, മറ്റൊന്ന് അസ്മാ ബിന്ത് യസീദിൽ നിന്ന്, പിന്നെ ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട 4 ഹദീസുകൾ ആ വിഷയത്തിൽ സഹീഹായിട്ട് ഉള്ളതാണ്. സൂഫികളെപ്പോലെ
ഷിയാക്കളും ഈ വിഷയത്തിൽ സ്ഖലിതമായ ചിന്തകളും തെറ്റായ വീക്ഷണങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട്. ഷിയാക്കളും സൂഫികളും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. പക്ഷേ ഒരു കൂട്ടർ ഉള്ളിലാണ്, മറ്റൊരു കൂട്ടർ പുറത്താണ്. കൂടുതൽ പേടിക്കേണ്ടത് ഉള്ളിൽ നിന്ന് ഇത് തുരക്കുന്നവനെയാണ്. ഏതായാലും ഷിയാക്കളുടെ വിശ്വാസം എന്താ? ഉസൂലുൽ കാഫി ഷിയാക്കളുടെ ആധികാരിക ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഷിയാ ഇമാമുമാർക്ക് മാത്രമാണ് ഇസ്മുല്ലാഹിൽ ആളം അറിയുക എന്നുള്ളതാണ് അവരുടെ ധാർഷ്ട്യം. ഒരധ്യായത്തിൻ്റെ പേര് തന്നെ ഉസൂലുൽ കാഫിയിൽ മാ ഉഅ്തിയൽ അയിമ്മത്തു അലൈഹിമുസ്സലാം മിൻ ഇസ്മില്ലാഹിൽ ആളം, ഇമാമുമാർക്ക് അള്ളാഹു ഇസ്മുൽ ആളം നൽകിയതിനെക്കുറിച്ച് പറയുന്ന അധ്യായം എന്നാണ്. ഷിയ പണ്ഡിതനായ അൽ മജ്ലിസി ബിഹാറുൽ അൻവാർ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ, കുറേ വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ്, അതിൻ്റെ 27ാമത്തെ വാള്യത്തിൽ ഇസ്മുൽ ആളമിനെക്കുറിച്ച് പറയുന്നത് ഇസ്മുല്ലാഹിൽ ആളം 72 അക്ഷരങ്ങളാണ്. 72 അക്ഷരങ്ങളാണ്. അതിൽ ആസഫ് ഇബ്നു ബർഖിയയുടെ കയ്യിൽ ഒരക്ഷരം ഉണ്ടായി. ഇസ്മുല്ലാഹിൽ ആളം, ഇത് ഷിയാക്കളുടെ ബഡായിയാണ്. ഇസ്മുല്ലാഹിൽ ആളം 72 അക്ഷരങ്ങളാണ്. അതിൽ ആസഫ് ഇബ്നു ബർഖിയയുടെ കയ്യിൽ ഒരക്ഷരം ഉണ്ടായിരുന്നു. ആരാ ഈ ആസഫ് ഇബ്നു ബർഖിയ? കേരളക്കാർക്ക് പരിചയമില്ലാത്ത പേരല്ല അത്. ആരാ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് സബയിലെ രാജ്ഞി ബൽഖൈസിൻ്റെ സിംഹാസനം കൊണ്ടുവന്നത് ആരാ? ഖാലല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബ്, വേദത്തിൽ പരിജ്ഞാനമുള്ള വ്യക്തി പറഞ്ഞു, ഞാനത് കൊണ്ടുവരാം. അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക്, നിങ്ങളുടെ ഇമ വെട്ടി തീരുന്നതിന് മുമ്പായിട്ട്, കണ്ണ് വെട്ടി ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇതാരാണ് സബയിലെ രാജ്ഞിയുടെ സിംഹാസനം ഇങ്ങനെ കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്? അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വേദത്തിൽ ജ്ഞാനമുള്ള വ്യക്തിയാണ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്, ജിന്നുകളുണ്ട്, മറ്റ് മനുഷ്യരൊക്കെ ഉണ്ട്. ആ സദസ്സിൽ ആരാ വേദത്തെക്കുറിച്ച് ജ്ഞാനമുള്ള വ്യക്തി? ഏറ്റവും കൂടുതൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇഫ്രീത്ത് മിനൽ ജിന്ന് പറയാണ്, നിങ്ങൾ ഇരുന്നിടത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ഞാനത് കൊണ്ടുവരാം. അപ്പോൾ അതിനെ വെല്ലുന്ന രീതിയിലുള്ള സംസാരമാണ്, പ്രതികരണമാണ്, കണ്ണ് വെട്ടി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം എന്ന് വേദത്തിൽ പരിജ്ഞാനമുള്ള വ്യക്തി പറഞ്ഞു എന്ന്. അതുകൊണ്ട് തന്നെ ഇമാം റാസിയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞാൽ എന്താ? ആ കൊണ്ടുവന്ന വ്യക്തി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. കാരണം സുലൈമാൻ നബിക്കാണ് എന്ത് അവിടെ വേദത്തിൽ ജ്ഞാനമുള്ളത്. പക്ഷേ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുവാനും ദുആ ഇരക്കാനും തെളിവ് അന്വേഷിക്കുന്നവർ വിശുദ്ധ ഖുർആനിൽ കണ്ടൊരു തെളിവാണ്. അതൊരു വലിയായിരുന്നു. ആ വലിയിനോട് നടത്തിയ പ്രാർത്ഥനയാണ്. അങ്ങനെ വലിയാണ് അത് കൊണ്ടുവന്നത്. ആ വലിയിൻ്റെ പേര് എന്താ? അതാണ് ഈ ആസഫ് ഇബ്നു ബർഖിയ. യഥാർത്ഥത്തിൽ അവിടെ പ്രാർത്ഥനയില്ല, അവിടെ വിളിച്ചു തേട്ടമല്ല. പിന്നെയോ അതൊരു സംഭാഷണമാണ്. മുന്നിലുള്ള ആളോട് പറയാണ്, നേരിട്ട് പറയാണ്. ഒരു മറഞ്ഞ ചിന്തയോ അഭൗതിക ചിന്തയോ അല്ലാതെ പറയാണ്. ആരാണ് സബയിലെ രാജ്ഞി വരുന്നതിന് മുമ്പ് അവളുടെ സിംഹാസനം കൊണ്ടുവരാൻ മുന്നിലിരിക്കണവരോട് പറയാണ്. അപ്പം ജിന്ന് പറയാണ്, ഞാൻ കൊണ്ടുവരാം. അപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, കണ്ണിമ വെട്ടി തുറക്കുന്നതിന് മുമ്പായിട്ട് ഞാനത് കൊണ്ടുവരാം. അവിടെ ഒരു ദുആയില്ല. അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുന്ന ഒരു മസലയോ അതിനൊരു തെളിവോ അതിലില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കാൻ തെളിവുണ്ട് ഖുർആനിൽ, ഈ സംഭവം തെളിവാണെന്ന് പറയാതിരുന്നത്. ഏതായാലും ഷിയാക്കൾ പറയുന്നത് ഇസ്മുല്ലാഹിൽ ആളം 72 അക്ഷരമാണ്. അതിൽ ഒരക്ഷരം ആസഫ് ഇബ്നു ബർഖിയയുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ആസഫ് ഇബ്നു ബർഖിയ ഇസ്മുല്ലാഹിൽ ആളം മുഴുവൻ പറഞ്ഞില്ല. പിന്നെ അതിലൊരക്ഷരം 72 അക്ഷരമാണ്. 72 അക്ഷരത്തിൽ ഒരക്ഷരം പറഞ്ഞപ്പോൾ ഭൂമി പിളർന്നു. അങ്ങനെ ഭൂഗർഭത്തിലൂടെ ആസഫ് ബിൻ ബർഖിയ സബയിലെ രാജ്ഞിയുടെ സിംഹാസനം പിടിച്ചു വലിച്ച്
അത് പെട്ടെന്ന് എന്ത് ചെയ്തു? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ ഹാജരാക്കാൻ പറ്റി. ഇതാണ് ആര് പറയണത്? ഷിയാക്കൾ പറയണത്. കള്ളവാർത്തയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? വഇന്ദനാ നഹ്നു വല്ലാഹി ഇസ്നാനി വസബഊന ഹർഫ. ഇസ്മുല്ലാഹിൽ ആളമിൽ ഞങ്ങളുടെ അടുക്കൽ 72 അക്ഷരങ്ങളുണ്ട്. വഹർഫുൻ വാഹിദുൻ ഇൻദല്ലാഹി ഇസ്തഅ്സറ ബിഹി ഫീ ഇൽമിൽ ഗൈബ്. ഇസ്മുല്ലാഹിൽ ആളമിൽ അള്ളാൻ്റെ അടുക്കൽ ഒരക്ഷരേ ഉള്ളൂ. അത് അള്ളാഹു അദൃശ്യ ലോകത്ത് തനിക്ക് മാത്രമാക്കി വെച്ചേക്കാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ, ഇസ്മുല്ലാഹിൽ ആളം 72 അക്ഷരം. ഈ ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന മജ്ലിസിയുടെ ഗ്രന്ഥം ഷിയാക്കൾക്ക് അത് നിസ്സാര ഗ്രന്ഥമല്ല, അതവരുടെ അടിസ്ഥാന ഗ്രന്ഥമാണ്. മുമ്പ് പറഞ്ഞ ഉസൂലുൽ കാഫി നമ്മൾ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി കാണുന്നതിനേക്കാൾ മഹത്തായിട്ട് അവർ കാണുന്ന ഗ്രന്ഥമാണ്. ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ അതിൽ പറയുകയാണ് 72 അക്ഷരമാണ് ഇസ്മുല്ലാഹിൽ ആളം. ഒരക്ഷരം അത് ആസഫ് ബിൻ ബർഖിയയുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഉച്ചരിച്ചപ്പോൾ സബയിലെ രാജ്ഞിയുടെ സിംഹാസനം പെട്ടെന്ന് എത്തിക്കാൻ പറ്റി. 72 അക്ഷരം ഞങ്ങളുടെ അടുത്താണ്. ഒരക്ഷരം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അദൃശ്യ ലോകത്ത് അള്ളാഹു തനിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതാണ് ഷിയാ ജൽപ്പനം ഇസ്മുല്ലാഹിൽ ആളമിൻ്റെ പേരിൽ. പക്ഷേ ഇതൊക്കെ വിദണ്ഡങ്ങളാണ്, കേവലം തെളിവില്ലാത്ത ജൽപ്പനങ്ങളാണ്. ഇസ്ലാമിൽ നമ്മൾ ഇസ്മുല്ലാഹിൽ ആളം എന്ന അള്ളാഹുവിന് ഒരു മഹനീയ നാമമുണ്ട് എന്നുള്ളത് വിശ്വസിക്കൽ നിർബന്ധമാണ്. പ്രസ്തുത നാമം, അതിൻ്റെ മഹത്വം നമ്മൾ അറിയേണ്ടത് അനിവാര്യമാണ്. അതിൻ്റെ ഫലം മനസ്സിലാക്കലും അനിവാര്യമാണ്. കാരണം അതിൻ്റെ ഫായിദ എന്ത്, അതിൻ്റെ ഫലം എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തെളിവ് വന്നിടത്ത് നമ്മൾ നിൽക്കുക, സഹിഹായി സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നമ്മൾ പരിമിതപ്പെടുക, പ്രാമാണികരായ പണ്ഡിതന്മാർ, സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ എങ്ങനെ ഈ വിഷയം നമുക്ക് മനസ്സിലാക്കി തന്നോ അതിൽ നമ്മൾ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു അത്യുത്തമമായ സംജ്ഞയെക്കുറിച്ച്, പേരിനെക്കുറിച്ച് ഇവിടെ നമ്മൾ തുടർത്തി സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൽ ഒത്തുകൂടുവാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാക അഅദാഅൽ മില്ലത്തി വദ്ദീൻ واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.